ഇഷ്ടം പോലെ ഏതാണ്ട് ഒരു 100 ചില്ലാൻ ആയത്തുകൾ, ഈ 157 ആയത്തുകൾ ഖുർആനകത്തിന്. ഇത് നമ്മുടെ ഇന്ത്യയിലൊരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ പറഞ്ഞ് ഇത് പാടില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുർആൻ്റെ അകത്ത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ കോടതി പറഞ്ഞതാണ്. മനസ്സിലായി? ഇതൊരു യുദ്ധപുസ്തകമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. ഇത് സംഗതി ഈ അറബി തന്നെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാതിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ പരിഭാഷപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം നമുക്കറിയാൻ തീരുമാനമായി. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അപ്പം തന്നെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞത് ബാൻ ചെയ്ത് കളയും, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നത്. അനിൽ അയ്യപ്പൻ, ഈ അനിൽ അയ്യപ്പനെ പോലത്തെ കുറേ ടീമുകളുണ്ട്. ഓൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇല്ലാത്ത ആരോപണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ എവിടെ പരിശോധിച്ചിട്ട് എവിടെ ഇങ്ങനെ കുത്തിത്തിരിക്കി കയറ്റാൻ പറ്റും എന്നുള്ള വിഷയത്തിൽ തല കുത്തി നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ അനിൽ അയ്യപ്പനും. പിന്നെ വേറെയും കുറേ ടീമുണ്ടല്ലോ, ഈ നൈജീരിയയിൽ നിന്നൊക്കെ യൂട്യൂബിലിട്ടിട്ട് ഇങ്ങനെ കിണുകിണ് നടിക്കുന്ന ഒരു ചങ്ങയുണ്ടല്ലോ, എന്താണ് എന്തോ ഒരു പുന്നക്കലോ ഓനും പിന്നെ വേറെയും കുറേ ടീമുകൾ. പക്ഷെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. അള്ളാൻ്റെ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിൽ ഗവേഷകന്മാർ ഇങ്ങൻ്റെ തലച്ചോറ് കൊണ്ട് പിന്നെ ചിന്തിക്കണം, നിങ്ങളെക്കാളും അത്ഭുത ബുദ്ധിജീവികൾ ഗവേഷകന്മാർ പരിശുദ്ധ ഖുർആനിൽ ഒരബദ്ധം, ഒരു മിസ്റ്റേക്ക് കണ്ടെത്താനായിട്ട് കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് ഒരു സൈറ്റ് ഉണ്ടാക്കണം. അതിലൊരുപാട് അതിവിദഗ്ധരായ അത്ഭുത ബുദ്ധിജീവികളായ ആളുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ സൈറ്റ് ഉണ്ടാക്കി കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിക്കിയിട്ട് പല ആളുകളും ഇതിൻ്റെ തലങ്ങുന്നും വലങ്ങുന്നും നടക്കുന്നു, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അങ്ങനെ അരിച്ചു പൊറുക്കണം. അരിച്ചു പൊറുക്കിയിട്ട് അത് ആ ഒരു സൈറ്റിൽ എന്ത് സഹിച്ചിട്ടില്ല, അള്ളാൻ്റെ പരിശുദ്ധ ഖുർആനിൽ വസ്തുനിഷ്ഠമായിട്ട് ഒരബദ്ധമുണ്ട് എന്ന് തെളിയിക്കാൻ ഈ പറയപ്പെടുന്ന ഗവേഷകന്മാർക്ക് സാധിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെയാണ് തലച്ചോറ് നായി നോക്കി നിങ്ങളെപ്പോലെയുള്ള കുറേ ടീമുകൾ. പിന്നെ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ 157 ആയത്തുകൾ പിന്നെ മിസ്റ്റേക്കാണ്. അതിൽ 27 ആയത്തുകൾ ഇന്ത്യയിലെ കോടതി നിരോധിച്ചിട്ട് എന്നുള്ളതാണ്. അയ്യപ്പ, അനിലയ്യപ്പ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു കോടതിയും അള്ളാൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്ത് പോലും ചെയ്തിട്ടില്ല, എടുത്തു മാറ്റാൻ പറഞ്ഞിട്ടില്ല, നിരോധിച്ചിട്ടില്ല. നിങ്ങൾ 27 ആയത്തെന്ന് പറഞ്ഞു, ഒരെണ്ണം കാണിക്കാൻ വലിയ വിളിക്കുക ആ കോടതിയുടെ പേര്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഉണ്ട് നിങ്ങളുടെ കൂട്ടുക. ഉണ്ടെങ്കിൽ എന്താവും, നിങ്ങൾ ബൈബിൾ ഉപേക്ഷിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ഏത് കോടതിയാണ്, ഏത് ആയത്താണ്, ഒരൊറ്റ ആയത്ത് മതി, 27 വേണ്ട. ഇന്ത്യയിലെ ഏത് കോടതിയാണ് ഏതെങ്കിലും ഒരു ആയത്ത് നിരോധിക്കാൻ പറഞ്ഞ ആ ആയത്തും കോടതിൻ്റെ പേരും നിങ്ങൾ അതായിട്ട് വരി. അപ്പോൾ എന്താവും, ബൈബിൾ നിങ്ങൾക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ബൈബിൾ നിരോധിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ സ്ഥാപിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇമ്മാതിരി പിന്നെ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും എന്ത് ചെയ്യണ്ട, മുസ്ലിങ്ങളുടെ നേർക്ക് വരണ്ട. ഇത് നിങ്ങളുടെ ബുദ്ധിയിലായി. നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ ഈ പരിപാടിക്ക് പോകുമ്പോൾ? ഈ അബോധാവസ്ഥയിൽ പറഞ്ഞൊന്നുമല്ലല്ലോ, മദ്യപിച്ചിട്ട് മത്തനായി മതോദനൊക്കെ ആയിട്ട് പിരിവിട്ട് പോയിട്ട് അങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ കോടതിയുടെ പേരും ആയത്തിൻ്റെ നമ്പറും കൊണ്ടുപോയി വരി ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്ത് ചെയ്യുക, ബൈബിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഒരു ചാൻസും കൂടി തരാം. അള്ളാൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങളോടും നിങ്ങളുടെ ഈ മിഷണറിമാരുണ്ടല്ലോ, ഇസ്ലാമിക വിമർശനത്തിന് കൂരമ്പുകൾ ഉന്നയിക്കുന്ന അത്ഭുത ബുദ്ധിജീവികൾ, അവർക്കും കൂടിയുള്ള അള്ളാൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഒരബദ്ധമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ വെല്ലുവിളിക്കുക. ആർക്കും ഏറ്റെടുക്കുക വെല്ലുവിളി. അത് വസ്തുനിഷ്ഠമായിരിക്കണം. ചരിത്രപരമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഏത് വിഷയമാണോ കൊണ്ടുവരുന്നത് ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയണം. അതല്ലാതെ ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഈ ആരിഫൊക്കെ പറയുന്ന പോലെ എന്ത് ചെയ്യരുത്, അമ്മാതിരി പിന്നെ ബുദ്ധിയായിട്ട് ഇങ്ങോട്ട് വരരുത്. മനസ്സിലാവുന്നുണ്ടോ? ആരിഫ് ഇങ്ങനെ പലതും വിളിച്ചു പറയും. കാരണം എന്താ, ആരിഫ് പറഞ്ഞ ആരാ? പൊട്ടൻ, വട്ടൻ, ബുദ്ധിയില്ലാത്തവൻ. കുടുംബത്തിൽ വിലയില്ല, കുടുംബത്തിന് ഉപകാരമില്ല, സമൂഹത്തിന് മുന്നിൽ വിലയുണ്ടോ അതുമില്ല.
10 പൈസൻ്റെ ഒരു ഉപകാരം വീട്ടിനോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സമൂഹത്തിൻ്റെ മുന്നിലോ ഇല്ലാത്ത ഇമാതിരി പൊട്ടന്മാരെയും കൊണ്ട് എന്ത് ചെയ്യരുത് വരരുത്. ഈ വരുന്ന ആളെന്ത് ഇരിക്കണം, കുറച്ച് നിലയും വിലയുള്ള ആളായിരിക്കണം, 4 ആളുകൾ ബഹുമാനിക്കുന്ന വ്യക്തികളായിരിക്കണം, അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കണം. ഏതെങ്കിലും ചാക്കനും പോക്കനും വന്നിട്ട് തന്നെ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ആരും രംഗത്ത് വരരുത്. മനസ്സിലാവുന്നുണ്ടോ? 2, നിങ്ങളുടെ ബൈബിളിന് ഇല്ലാത്തതും പരിശുദ്ധ ഖുർആനിലുള്ള മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? 1, ചുരുങ്ങിയ കാലയളവ് കൊണ്ട് 1 മാസം 2 മാസം 3 മാസം ആ ഒരു പഠന ശ്രമത്തിലൂടെ മനഃപ്പാഠമാക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക പുസ്തകം, ഏക ഗ്രന്ഥം അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ബൈബിൾ കഴിയുമോ? നിങ്ങൾ 10 കൊല്ലെടുത്താലും അത് മനഃപ്പാഠമാക്കാൻ കഴിയുമോ? ഇന്നവരെ ആരെങ്കിലും മനഃപ്പാഠമാക്കിയ ആളുകളുണ്ടോ? ഇല്ല. അത് വേദപുസ്തകത്തിൻ്റെ മഹത്താണത്. 2, ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഭരണം നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കയ്യിൽ കിട്ടിയെന്ന് കൂട്ടുക. ഇനി പോട്ടെ മറ്റേ ആരിഫ് ഹുസൈൻ്റെ കയ്യിൽ കിട്ടിയെന്ന് കൂട്ടുക. എന്താ ചെയ്യുക? പരിശുദ്ധ ഖുർആൻ എന്ത് കാട്ടും? ആദ്യം നശിപ്പിക്കുന്നെങ്കിൽ എന്തായിരിക്കും? പരിശുദ്ധ ഖുർആൻ. പിന്നെ ആയിരിക്കും ബൈബിളും പിന്നെ ഭഗവത്ഗീതയൊക്കെ ആരിഫ് ഹുസൈൻ എന്താവുള്ളൂ, തൊടുള്ളൂ. അപ്പോൾ ആദ്യം ലോകത്തുള്ള എല്ലാ പരിശുദ്ധ ഖുർആനും സ്വരൂപിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാൻ പറ്റും. അതോടുകൂടി എല്ലാ വേദപുസ്തകവും നശിപ്പിച്ചെന്ന് കൂട്ടുക. അല്ലെങ്കിൽ ദൈവമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നീചൻ്റെ കയ്യിൽ ഭരണം കിട്ടിയെന്ന് കൂട്ടുക. ലോകത്തുള്ള എല്ലാ വേദപുസ്തകങ്ങളും നശിപ്പിക്കാൻ ഓർഡറിട്ടു. അതിൽ ഖുർആനും നശിപ്പിച്ചു, ബൈബിളും നശിപ്പിച്ചു, ഭഗവത്ഗീത നശിപ്പിച്ചു. അപ്പോൾ ലോകത്ത് വേദപുസ്തകങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നശിപ്പിച്ച വേദപുസ്തകങ്ങളിൽ നിന്ന് പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഏക വേദപുസ്തകം, ഏക ഗ്രന്ഥം അത് അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആനാണ്. വേറെ ഒരു വേദപുസ്തകത്തിന് എന്താവില്ല, പുനർനിർമ്മിക്കാൻ കഴിയില്ല. കാരണം എന്താ? അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആന് അത് ഹിഫ്ള് പഠിച്ച ഹാഫിളീങ്ങൾ 8, 9 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ 30, 40, 50, 60 വയസ്സ് വരെയുള്ള പണ്ഡിതന്മാർ അതിൻ്റെ വള്ളി പുള്ളി തെറ്റാതെ അർത്ഥങ്ങൾ തെറ്റാതെ മനഃപ്പാഠമാക്കിയ ലക്ഷക്കണക്കിന് ഹിഫ്ള് പഠിച്ച ആലിമീങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 24 മണിക്കൂർ കൊണ്ട് എന്താവും? അള്ളാഹിൻ്റെ വേദപുസ്തകം അത് പുനർനിർമ്മിക്കാൻ കഴിയും. ഏത് വേദപുസ്തകത്തിന് പറ്റുക? നിങ്ങളെ ബൈബിളിൽ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എന്തെങ്കിലും പൊരുത്തം കിട്ടുമെന്നുള്ളത്. അങ്ങനെ എത്ര മഹത്വങ്ങൾ. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണ്ട, നിങ്ങളുടെ വഴിക്കൊക്കെ പൊക്കോളി, ഉള്ളത് പറഞ്ഞോളി. ഖുർആനെ നിങ്ങൾ വിമർശിച്ചോളിയും പ്രശ്നമില്ല, ചർച്ചയ്ക്ക് വിധേയമായിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഒന്നിനും കഴിയാതെ വരുമ്പോൾ ഈ തൂറി തോൽപ്പിക്കുക എന്നുള്ള പരിപാടി എന്ത് ചെയ്യരുത്? ആ പരിപാടിക്ക് നിൽക്കരുത്. ഓക്കെ? അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ ഒരു സ്വയം ബോധത്തോടുകൂടി എന്ത് ചെയ്യാം, രംഗത്ത് വരിക. ഞങ്ങൾക്ക് അതൊക്കെ വളരെ ഇഷ്ടമാണത്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളതിന് മറുപടി പറയുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്.